അസ്സാം വലൈക്കും. എം എസ് എസിൻ്റെ 45-ാം വാർഷികം ആഘോഷിക്കുകയാണ്. 1980 ഏപ്രിൽ 28 സ്ഥാപിതമായ സാമൂഹ്യ സേവന രംഗത്ത് സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരു സംഘടനയുടെ സ്ഥാപക ദിനമാണ് നമ്മൾ ആചരിക്കുന്നത്. കോഴിക്കോട് സ്ഥാപിതമായ കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങളിൽ കൃത്യമായ വ്യതിരിക്തമായ ഒരു സേവനത്തിൻ്റെ മാതൃക സൃഷ്ടിച്ച സംഘടനയാണ് മുസ്ലിം സർവീസ് സൊസൈറ്റി എം എസ് എസ്. എം എസ് എസിന് കേരളത്തിലെ 14 ജില്ലകളിലും യൂണിറ്റ് കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും വ്യവസ്ഥാപിതമായ ഒരു സംസ്ഥാന കമ്മിറ്റിയുമുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിന് പുറത്ത് ചെന്നൈ, ബാംഗ്ലൂർ എന്നീ നഗരങ്ങളിൽ ഔട്ട്സ്റ്റേഷൻ യൂണിറ്റുകളും ഖത്തർ, ദുബായ്, അബുദാബി, ജിദ്ദ, ദമാം, റിയാദ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ ഫോറിൻ ചാപ്റ്ററുകളുമുള്ള ഒരു സംഘടനയാണ് മുസ്ലിം സർവീസ് സൊസൈറ്റി. എം എസ് എസ് നല്ല വ്യക്തി നല്ല സമൂഹം എന്ന ആദർശ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ചരിത്രപരമായി പിന്നോട്ട് നിൽക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. 45 വർഷം പിന്നിടുമ്പോൾ മറ്റു സഹോദര സംഘടനകളിൽ നിന്നൊക്കെ തന്നെ എം എസ് എസിൻ്റെ വ്യതിരിക്തതയെയും എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള അതിൻ്റെ നയപരമായ സമീപനങ്ങളെയുമൊക്കെ പ്രകീർത്തിക്കുന്നവരാണ് കൂടുതലും. എം എസ് എസ് എന്നും മുറുകെ പിടിച്ചിരുന്നത് സമുദായത്തിൻ്റെ ഐക്യമാണ്. വ്യത്യസ്ത ആശയങ്ങളിലും വ്യത്യസ്ത ആദർശങ്ങളിലും വിവിധ അഭിപ്രായങ്ങളിലുമൊക്കെ വേറിട്ട് നിൽക്കുന്ന സംഘടനകൾ സമുദായത്തിനും സമൂഹത്തിനും ബാധിക്കുന്ന മുഖ്യമായ പ്രശ്നങ്ങളിൽ ഒന്നിച്ചിരിക്കാനുള്ള സൗകര്യമൊരുക്കുക എന്നതാണ് പ്രഥമവും പ്രധാനവുമായി മുസ്ലിം സർവീസ് സൊസൈറ്റി ചെയ്തത്. അതുകൊണ്ട് തന്നെ സമുദായത്തിനെതിരെയുള്ള ഏത് നീക്കങ്ങളെയും എതിർക്കുവാൻ ഒറ്റക്കെട്ടായി സമുദായ സംഘടനകളെ ചേർത്ത് പിടിക്കുവാൻ എന്നും എം എസ് എസ് ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് പല സംഭവങ്ങളും പല രീതിയിലുള്ള ഐക്യപ്പെടലുകൾക്കും നേതൃത്വം കൊടുക്കാൻ എം എസ് എസിന് കഴിഞ്ഞു. എം എസ് എസിന് അനേകം സ്ഥാപനങ്ങളുണ്ട്. വിവിധ മേഖലകളിൽ സേവനം ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഹെൽത്ത് സെൻ്ററുകളുണ്ട്, കനിവ് പോലുള്ള സ്പെഷ്യൽ സ്കൂളുകളുണ്ട്, ഒരു വൃദ്ധസദനമുണ്ട്. എല്ലാ ജില്ലകളിലും ഹെൽത്ത് സെൻ്ററുകളുണ്ട്. അതിലൂടെ വിവിധ തരത്തിലുള്ള രോഗികൾക്ക് മരുന്ന് വിതരണം ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ട്. മാത്രമല്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത് ഒരു മയ്യത്ത് സംസ്കരണ കേന്ദ്രമുണ്ട്. ആലപ്പുഴയിലും അങ്ങനെ ഒരു കേന്ദ്രമുണ്ട്. പല സ്ഥലങ്ങളിലും ഫിസിയോതെറാപ്പി സെൻ്ററുകൾ നടക്കുന്നുണ്ട്. വളരെ വ്യവസ്ഥാപിതമായി നടക്കുന്നൊരു ഫിസിയോതെറാപ്പി സെൻ്ററാണ് വട്ടപ്പറമ്പിലുള്ള എം എസ് എസ് ഫിസിയോതെറാപ്പി സെൻ്റർ. അതുപോലെ ഇടുക്കിയിലും അടിമാലിയിലും ഒക്കെ ആരോഗ്യ കേന്ദ്രങ്ങളും ഡയാലിസിസ് സെൻ്ററുകളും പ്രവർത്തിക്കുന്നു. ക്യാൻസർ, കിഡ്നി രോഗികൾക്കുള്ള മാസാന്ത പെൻഷൻ പദ്ധതി, മിടുക്കരായ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് പദ്ധതി, അശരണരായവർക്കുള്ള ഭവന നിർമ്മാണ പദ്ധതി, അങ്ങനെ വിവിധങ്ങളായ സേവന പ്രവർത്തനങ്ങളാണ് എം എസ് എസ് നടത്തി വരുന്നത്. ഈ സേവന പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. എം എസ് എസിൻ്റെ സേവന പ്രവർത്തനങ്ങൾ എല്ലാ മനുഷ്യർക്കുമുള്ളതാണ്. അവിടെ ജാതിമത വിഭാഗീയതകളില്ല. സംഘടനയുടെ ഗുണഭോക്താക്കളിൽ എല്ലാ വിഭാഗം ആളുകളുമുണ്ട്. മാനവികതയാണ് എം എസ് എസിൻ്റെ മുഖമുദ്ര. എം എസ് എസ് സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള പ്രവർത്തനമാണ് ഏറ്റവും മുഖ്യമായി ചെയ്യുന്നത്. 45-ാം വാർഷികത്തോടനുബന്ധിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ജില്ലകളിലും ഇപ്പോൾ പ്രസക്തമായിരിക്കുന്ന ലഹരിക്കെതിരായി കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ എം എസ് എസ് തയ്യാറാവുകയാണ്. കാലാകാലങ്ങളിലായി എം എസ് എസ് മെയ് മാസ ക്യാമ്പയിൻ നടത്താറുണ്ട്. സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള അതിശക്തമായ പോരാട്ടമാണ് മെയ് മാസ ക്യാമ്പയിൻ. സ്ത്രീധന ആർഭാട വിവാഹങ്ങൾക്കെതിരെയുള്ള പ്രചരണമായിരുന്നു വളരെ കാലങ്ങളോളം എം എസ് എസ് ചെയ്തത്. സ്ത്രീധനം ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞു. പക്ഷേ വിവാഹരംഗത്തുള്ള ആർഭാടങ്ങളും അതുപോലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അഭിശക്തമായ ആഭാസങ്ങൾക്കുമെതിരെയും ശക്തമായി നാം പ്രതികരിക്കേണ്ടതുണ്ട്, സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. 45-ാം വാർഷികത്തോടനുബന്ധിച്ച് എം എസ് എസ് അത്തരമൊരു ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുകയാണ്. ഈ മെയ് മാസത്തിൽ ലഹരിമുക്ത സമൂഹം എന്നുള്ള മുദ്രാവാക്യവും മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു മാസക്കാലത്തെ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്താൻ
MSS തയ്യാറാവുകയാണ്. MSSൻ്റെ ശക്തമായ യുവജന വിങ് അതിന് നേതൃത്വം കൊടുക്കുന്നതാണ്. 45-ാം വാർഷികത്തോടനുബന്ധിച്ച് സ്ഥാപക ദിനാചരണത്തിൻ്റെ ഉദ്ഘാടനം മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടി വട്ടപ്പറമ്പ് MSS ഭവനിൽ വെച്ച് 28-ാം തീയതി രാവിലെ 10 മണിക്ക് ബഹുമാന്യനായ നമ്മുടെ പ്രസിഡന്റ് ഡോക്ടർ പി ഉണ്ണീൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. തദവസരത്തിൽ വിവിധ സംഘടനകളിലുള്ള നേതാക്കൾ MSSൻ്റെ ആ ദിനാചരണത്തോടനുബന്ധിച്ച് ആശംസകൾ അർപ്പിക്കാൻ അവിടെ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ 14 ജില്ലകളിലും ഈ സ്ഥാപക ദിനാചരണത്തിൻ്റെ ഭാഗമായി പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. പഴയ തലമുറകളുമായിട്ടുള്ള ആശയ സംവാദം, അവരുടെ അനുഭവ വിവരണങ്ങൾ, വളരെയധികം കാലം പ്രവർത്തിച്ച ആളുകൾക്കുള്ള ആദരവ്, ഇങ്ങനെ വിവിധ പരിപാടികളോടുകൂടി 45-ാം വർഷവും MSS ആചരിക്കുകയാണ്. എല്ലാവരും അതിന് പിന്തുണ നൽകണമെന്നും സഹകരിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.